ഹായ് എവ്രി വൺ, എൻ്റെ പേര് ശ്രുതി. എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വ്ളോഗാണ്. ഞാൻ ഷോർട്സുകളൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ടെങ്കിലും യൂട്യൂബ് വ്ളോഗായിട്ട് ഇന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഗുരുവായൂർക്ക് പോവുകയാണെന്ന്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി, വിളക്കൊക്കെ കത്തിച്ച് അപ്പോൾ ഗുരുവായൂർക്ക് ഇറങ്ങുകയാണ്. ഗുരുവായൂർ ഇന്ന് തൊഴാൻ വേണ്ടി പോവല്ല. ഇന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഉമ്മച്ചേച്ചിയുടെയും പ്രബല മാഷിൻ്റെയും മകളായ മീനൂട്ടിയുടെ ഭരതനാട്യ അരങ്ങേറ്റമാണ്. അപ്പോൾ രാവിലെ ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ എന്നെ കാറിന് കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. ഇവിടെ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ട്രെയിൻ കയറുന്നത് ഗുരുവായൂർക്ക്. ഞങ്ങളിവിടെ പോലീസ് അക്കാദമിയിലാണ് താമസിക്കുന്നത്, വിയൂർ രാമവർമ്മപുരത്ത്. അങ്ങനെ ഞങ്ങളിത് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഏട്ടൻ എന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് അപ്പം തന്നെ തിരിച്ചു പോയി. പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് ട്രെയിനൊക്കെ വന്നത്. അപ്പോൾ ട്രെയിനിൽ എറണാകുളത്ത് നിന്ന് എൻ്റെ 2 ഫ്രണ്ട്സ് കൂടി വേറെ വരുന്നുണ്ട്. ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് ഐശ്വര്യയും അശ്വതിയും, ഇവർ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഞാൻ ഇവരുടെ അടുത്ത് പറയുമായിരുന്നു, എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോയിൽ നിങ്ങളാണ് 2 പേര് പുറത്തുനിന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്, ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരിങ്ങനെ ചിരിക്കുകയായിരുന്നു അതൊക്കെ കേട്ടിട്ട്. ഇതിൽ ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റുമായിരിക്കും, പൂങ്കുന്നം കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേഷൻ ഗുരുവായൂർ തന്നെയാണ് കേട്ടോ. നമുക്കിവിടുന്ന് വളരെ അടുത്താണ്. അങ്ങനെ ഞങ്ങളിത് ഗുരുവായൂരെത്തി. പിന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും അവരുടെ കൂടെ ഒരു കമ്പനിക്ക് വടയും സാമ്പാറൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് നേരെ ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങാൻ പോയി. എനിക്ക് മുല്ലപ്പൂവിനേലും കൂടുതലും പിച്ചയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞങ്ങൾ പൂവൊക്കെ വാങ്ങിച്ചു. എന്നിട്ട് വേഗം അവരുടെ റൂമിലേക്ക് നടന്നു. ഇന്ന് അമ്പലത്തിൽ കയറി തൊഴാൻ പറ്റുമെന്നൊന്നും തോന്നുന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ടൈം 11:15 രാവിലെ. അപ്പോൾ 11:15 തൊട്ട് 1 മണി വരെ ഉണ്ടാവും നമുക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വേഗം തിരിച്ച് പോരുകയും വേണം. അതുകൊണ്ട് അമ്പലത്തിൽ കയറി തൊഴലൊന്നും നടക്കണ്ടാവില്ല. മീനൂട്ടിയുടെ ഭരതനാട്യം അരങ്ങേറ്റമാണ് കേട്ടോ ഇന്ന്. മീനൂട്ടിയുടെ അമ്മ ഉമ്മച്ചേച്ചി തന്നെയാണ് അവളുടെ ഗുരു. മീനൂട്ടിയുടെ അച്ഛൻ മൃദംഗം ആർട്ടിസ്റ്റും കൂടിയാണ് കേട്ടോ. മൊത്തത്തിൽ ഇവരൊരു കലാകുടുംബം തന്നെയാണ്. അപ്പോൾ അവളുടെ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു അവിടെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ സജഷൻസൊക്കെ പറഞ്ഞ് ഇങ്ങനെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. നല്ല ഭംഗിയായിട്ട് ചെയ്തു അവൾ മാത്രമല്ല, ഉമ്മച്ചേച്ചിയുടെ വേറൊരു സ്റ്റുഡൻറ്റിൻ്റെ അരങ്ങേറ്റം കൂടി ഉണ്ടായിരുന്നു അന്ന് തന്നെ. അങ്ങനെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു. ലഞ്ച് പ്രബല മാഷ് അവിടെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് വേണ്ടിയിട്ട്. നല്ല സദ്യയൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു, വയറൊക്കെ നിറഞ്ഞ് കുറച്ച് കടകളിലൊക്കെ ഞങ്ങൾ കയറി വേഗം തന്നെ തിരിച്ചു പോന്നു കേട്ടോ. ഐശ്വര്യയോടും അശ്വതിയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി. ഉച്ച കഴിഞ്ഞിരുന്നു. തിരിച്ചതേ ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകുന്നത്. ട്രെയിനൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ട്രാൻസ്പോർട്ട് ബസ്സിൽ തിരിച്ചു പോന്നു. നല്ല വെയിലായിരുന്നേ. അപ്പോൾ എത്തിയ വഴി വേഗം ഒരു കരിക്ക് വാങ്ങി കുടിച്ചു. അതിന് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് വാങ്ങിയ സാധനങ്ങൾ. ചെറിയ ചെറിയ സാധനങ്ങൾ കുറച്ച് വാങ്ങിയിരുന്നു. കുഞ്ഞു വിളക്ക്, ഒരു പൊട്ടും വളയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഗുരുവായൂർ പോയി വന്നാൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങാത്തവർ വളരെ കുറവായിരിക്കുമല്ലോ. എപ്പോഴും എന്തെങ്കിലുമൊക്കെ വാങ്ങാനുണ്ടാവും നമുക്കല്ലേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ നമ്മൾക്ക് പരിചയപ്പെടാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ എല്ലാവരും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബായ്.